കലാപബാധിതമായ മണിപ്പൂരിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തിങ്കളാഴ്ച സന്ദർശിച്ചതിന്റെ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ദുരിതബാധിതരുമായി അന്ന് അദ്ദേഹം നേരിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. 5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയാണ് രാഹുൽ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത്. വീടുകൾ കത്തുന്നു, നിരപരാധികളുടെ ജീവൻ അപകടത്തിലാണ്, ആയിരക്കണക്കിന് കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയാൻ നിർബന്ധിതരാകുന്നുവെന്ന് വീഡിയോ എക്സിൽ പങ്കുവച്ചുകൊണ്ട് രാഹുൽ കുറിച്ചു. കലാപത്തിൽ നിന്നും രക്ഷിക്കാൻ സ്ത്രീകളും കുട്ടികളും അടക്കം കരഞ്ഞപേക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് രാഹുൽ പങ്കുവച്ചത്. അവർ രാഹുലിനെ കെട്ടിപ്പിടിച്ചു കരയുന്ന ദൃശ്യങ്ങളും വീഡിയോയിൽ കാണാം. മണിപ്പൂരിലെ ജനങ്ങളെ സന്ദർശിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാകണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴും സംസ്ഥാനം രണ്ടായി വിഭജിക്കപ്പെട്ട നിലയിലാണ്. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കും. കലാപം അവസാനിപ്പിക്കണമെന്ന് സർക്കാരിനുണ്ടെങ്കിൽ അത് വേഗത്തിൽ നടപ്പിലാക്കാനാകുമെന്നും വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്. 3ാം തവണയായിരുന്നു മണിപ്പൂരിലേക്ക് രാഹുൽ എത്തിയത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ശേഷം ആദ്യ സന്ദർശനമാണ്. പ്രളയക്കെടുതി നേരിടുന്ന അസമിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം മണിപ്പൂരിലേക്ക് തിരിച്ചത്. അതേസമയം മോദി മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കാത്തതിൽ വൻ പ്രതിഷേധമാണ് രാജ്യത്ത് ഇപ്പോഴും ആളിക്കത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനം ബിജെപിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരായ ആയുധമാക്കി മാറ്റിയിരുന്നു കോൺഗ്രസ്. കലാപം നടന്നതിനു ശേഷം രാഹുൽ ഇത് 3ാം തവണയാണ് മണിപ്പൂരിൽ സന്ദർശിക്കാൻ ഒരുങ്ങുന്നതെന്നും എന്നാൽ മോദി ഒരിക്കൽ പോലും മണിപ്പൂരിലെ ജനങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നുമാണ് കോൺഗ്രസ് കുറ്റപ്പെടുത്തിയത്. 2023 മെയ് 3-ന് കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇത്രയും നാൾ കഴിഞ്ഞിട്ടും കുറച്ച് മണിക്കൂർ പോലും മണിപ്പൂർ സന്ദർശിക്കാൻ മോദിക്ക് സാധിച്ചിട്ടില്ല. മോദി അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരൻ കൂടിയായ മണിപ്പൂരിലെ മുഖ്യമന്ത്രിയെ കാണാനോ അവിടുത്തെ MLA-മാരും MP-മാരും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളെ കാണാനോ തയ്യാറായിട്ടില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് തുറന്നടിച്ചത്. അതേസമയം രാഹുലിന്റെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. മണിപ്പൂരിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും പാർട്ടി പറഞ്ഞിരുന്നു. ബിജെപിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ നയങ്ങളും രാഷ്ട്രീയ നിലപാടുകളും കാരണം മണിപ്പൂരിനെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ലോക്സഭയിൽ സംസാരിക്കവേ രാഹുൽ ഗാന്ധി ആരോപിച്ചതിന് പിന്നാലെയാണ് രാഹുൽ മണിപ്പൂർ സന്ദർശിച്ചത്. വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തതിനെയും അദ്ദേഹം നിശിതമായി വിമർശിച്ചിരുന്നു. വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ 2023 ജൂണിൽ രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിച്ചിരുന്നു. കൂടാതെ ഈ വർഷം ആദ്യം ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായും രാഹുൽ മണിപ്പൂരിലെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള രാഹുലിന്റെ ആദ്യ സന്ദർശനത്തെ വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് മണിപ്പൂരിലെ കോൺഗ്രസ് പാർട്ടി കണ്ടത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കുന്ന ദിവസം തന്നെ മണിപ്പൂർ സന്ദർശിച്ച് മണിപ്പൂർ വിഷയത്തിൽ ബിജെപിയെയും മോദിയെയും കൂടുതൽ പ്രതിരോധത്തിലാക്കാനുള്ള കോൺഗ്രസ് ലക്ഷ്യം ഏതാണ്ട് വിജയിച്ചു എന്നു തന്നെ പറയാം.